ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിൽക്കുന്നത് മൈസൂർ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ മുന്നിലാണ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉയരമുള്ള ഈ ഗോപുരങ്ങളാണ്. വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്തെ പണി തുടങ്ങിയിട്ടുള്ളതൊരു പള്ളിയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പണി കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയും ആണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരിക്കൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ എക്സ്കർഷൻ ടൂർ ഇതിൽ ഞാൻ വന്ന് മൈസൂർ കാണാൻ വന്ന കൂട്ടത്തിൽ കാണും. പിന്നീട് ഒരിക്കലും എനിക്ക് വരുവാൻ സാധിച്ചില്ല. മൈസൂരിൽ പല പ്രാവശ്യം വന്നെങ്കിലും എനിക്ക് ഈ പള്ളിയിലേക്ക് വരാൻ സാധിച്ചില്ല. എങ്ങനെ ഇരുന്നാലും ഇന്നാണ് അതിന് സാധിച്ചത്. ഇന്ന് ദസറയുടെ 10ാം ദിവസമാണ്. പക്ഷേ ഇവിടെ ദസറയുടെ ഇത്രയ്ക്ക് തിരക്കുണ്ടാകുന്ന സമയമാണ് മൈസൂരെങ്കിലും ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് അധികം തിരക്കൊന്നുമില്ല. സാധാരണ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിട്ടാണ് ഈ പള്ളിമുറ്റം കണ്ടുവരുന്നത്. മറ്റു ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, തിരക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. ഈ പള്ളിയുടെ സൈഡ് വ്യൂ ആണിത്. കണ്ടില്ലേ പള്ളിയുടെ ഉയരം, അതായത് മുൻഭാഗത്തുള്ള 2 ഗോപുരങ്ങളുടെ ഉയരവും ചർച്ചിൻ്റെ മൊത്തത്തിലുള്ള ഉയരവും തമ്മിൽ നല്ല അന്തരമുണ്ട്. ഈ പള്ളിയുടെ ഗോപുരത്തിൻ്റെ അവിടെ മുകളിൽ ജനലിൻ്റെ അവിടെ ഒരു തേനീച്ചക്കൂട് ഒരെണ്ണമാണ് ഞാൻ കണ്ടതെങ്കിൽ അവർ നല്ല ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു തേനീച്ചക്കൂട് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ തേനീച്ചക്കൂടുകൾ കണ്ടു. ഇത് ഇത്ര ഉയരത്തിൽ ആരും ശല്യത്തിനൊന്നും വരാത്തതുകൊണ്ട് അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ പള്ളിയുടെ ഉയരവും സൈഡ് വ്യൂവും അതിമനോഹരം. ചർച്ചിൻ്റെ ബാക്ക് ഭാഗത്തുള്ള വ്യൂ ആണ്. പുറവശത്ത് നിന്നിട്ടാണ് ഇപ്പോൾ എടുക്കണത്. ഇതിൻ്റെ വർക്കാണ് അതീവ സൂപ്പർ വർക്ക്. ഇത് ചെയ്തവനെയൊക്കെ സമ്മതിക്കണം. ഇത് കല്ലിൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. ഇത് സിമെൻറ്റ് പോലത്തെ എന്തോ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. കല്ലല്ല ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് റിനോവേറ്റഡ് ആണ്. ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ള എത്ര പറഞ്ഞാലും വേണ്ടില്ല. ഇതിൻ്റെ ശില്പികളെ, ഇത് ഉണ്ടാക്കിയ കലാകാരന്മാരെ അത്രമേൽ ആദരിക്കണം. കാരണം അത്ര നല്ല ഭംഗിയായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അമ്പലങ്ങളിലൊക്കെ കൊത്തി ഉണ്ടാക്കിയതിനെ പോലെ തന്നെ ഇത്രയും എന്താ പറയുന്നത്, ഭംഗി ഏറിയ ഒരു ചർച്ച് ഞാനിതുപോലത്തെ ചർച്ച് വേറെ കണ്ടിട്ടില്ല. കണ്ടതിൽ വെച്ചിട്ട് നല്ല ഒരു ചർച്ചായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഇത് പടിഞ്ഞാറ് ഭാഗത്തുള്ള സൈഡ് വ്യൂ ആണ്. നല്ല രസമുണ്ട്. എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ഇതിൻ്റെ വ്യൂ മേലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ബുർജ് ഖലീഫയുടെ ഒരു ലുക്ക് പോലെ അതിൻ്റെ കളറും അതിൻ്റെ നിൽപ്പും ഒക്കെ ആ ഫ്രണ്ട് ഭാഗം അങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഫീലാണ് എനിക്ക് കൊണ്ടുപോകുന്നത്. എന്നിരുന്നാലും മൈസൂറിൻ്റെ എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ്. ഇനി നമുക്ക് പള്ളിയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് അൾത്താരയ്ക്ക് മുന്നിലുള്ള ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. അത് കാരണം ഞാനും വീഡിയോ എടുത്തു. ഇതിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നു. പള്ളിയുടെ അടിഭാഗത്ത് എന്തോ സംഗതിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണുവാനായിട്ട് ഞാൻ പോവുകയാണ്. ആൾക്കാർ അകമൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. പെട്ടെന്നൊരു തിരക്ക് വന്നു. കുറച്ചധികം ആൾക്കാർ വന്നു. ഒരു ബസ്, ടൂറിസ്റ്റ് ബസ് വന്നു. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുടെ ആ തിക്കും തിരക്കുമാണ് ഉണ്ടായത്. അതുവരെ തിരക്കില്ലായിരുന്നു. താഴേക്ക് ചെല്ലുമ്പോൾ അറിയാം എന്താണ് ഇവിടെ ഉള്ളത്. ഇവിടെ പുണ്യാളന്മാരുടെ രൂപങ്ങളാണ്. പുണ്യാളന്മാരുടെ രൂപക്കൂട് തന്നെയാണ്. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്തു, ഫോട്ടോ എടുത്തു. വിശ്വാസികൾ കുറേ പേര് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെ പോവുകയാണ്. എക്സിറ്റാണ്. ഇവിടെ എല്ലാം കുറേ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു. 5000-ൻ്റെയൊക്കെ മുകളിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പള്ളി പണിയുവാൻ വേണ്ടി ഉദാരമായി സംഭാവന ചെയ്ത വ്യക്തികളുടെ പേരുകളാണ് എഴുതി വച്ചിരിക്കുന്നത്.
സിലോണിലും അവിടുന്ന് ഇവിടുന്നൊക്കെ പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരിയുള്ള ആൾക്കാരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബോംബെയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരുടെ പേരുകൾ ഇവിടെ എഴുതി ഫലകങ്ങളായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പൈസ നൽകിയവരാണ് ആ കാലത്ത്. അങ്ങനെ വീണ്ടും പുറത്തേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും ഒരു രൂപക്കോഡ്, സ്ലീപ്പിംഗ് സെൻറ്റ് ജോസഫ് പ്രേ ഫോർ അസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു രൂപക്കോഡാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് വരുന്ന വഴി ഇങ്ങനെയാണ്. പുറത്ത് പള്ളിയുടെ സൈഡിൽ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ 2 ചെറിയ ഒരു കവാടമുണ്ട്. അതിനകത്തൂടെ ഇറങ്ങി വരുന്നു. അങ്ങേ ഭാഗത്തൂടെ ഉള്ളത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പള്ളിയുടെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് പുറത്തേക്ക് വരുന്ന വഴിയാണ്. ഒരു വഴി അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെയാണ്. ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായി ഇതെന്തായിരുന്നു സംഭവം എന്നുള്ളത്. പിന്നീട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പള്ളിയുടെ അകത്തൂടെ വന്ന് പുറത്തേക്ക് ഇറങ്ങുക. ചുറ്റുവട്ടമൊക്കെ നല്ല മനോഹരമായിട്ട് പൂന്തോട്ടങ്ങളും മറ്റു അനുബന്ധമായ ബിൽഡിങ്സുകളും ഒക്കെ ഉണ്ട്. നല്ല ഒരു വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ല പള്ളിയുടെ ശിലാസ്ഥാപനം 1933 മഹാരാജാവായിരുന്ന ശ്രീ കൃഷ്ണരാജേന്ദ്ര വോഡയാർ ബഹദൂർ 4-മനാണെന്നാണ് ഈ ഫലകം കാണിക്കുന്നത്. അന്ന് കാലത്ത് മഹാരാജാക്കന്മാരുടെ അനുമതിയോടുകൂടിയാണ് പള്ളി സ്ഥാപിച്ചതെന്ന് ഓർക്കണം. അന്ന് ഈ പള്ളി പണിയാനായിട്ട് കാരണക്കാരനായി മാറിയ അന്നത്തെ പള്ളി വികാരിയായ റെനി ഫ്യൂഗ എന്ന അച്ഛനായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് മൈസൂരിൻ്റെ ബിഷപ്പായി മാറുകയും ചെയ്തു. 1933 പള്ളി പണി തുടങ്ങിയെങ്കിലും ഈ ഫലകത്തിന് പ്രകാരം പള്ളി കൂദാശ നടക്കുന്നത് 1959 അന്നത്തെ ബിഷപ്പായ ജെയിംസ് നോക്സ് ആണ് ഈ പള്ളി കൂദാശ ചെയ്തതായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പള്ളി നിർമ്മിക്കാനായിട്ട് 26 വർഷം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിലോ എന്ത് വേഗമായിരിക്കും പണി തീർത്തിട്ടുണ്ടാവുക. പക്ഷേ ആ കാലത്ത് അത്രയും കാലം എടുത്ത് പണി തീർത്തിട്ടാണെങ്കിൽ പോലും ഈ പള്ളിയുടെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹമാണ് അന്ന് ഈ പള്ളി ഉണ്ടാക്കാനായിട്ട് കാരണക്കാരനെ മുൻകൈ എടുത്ത അന്നത്തെ അച്ഛൻ. പിന്നീട് ബിഷപ്പായി മാറിയ ആ അച്ഛനാണ് ഇദ്ദേഹം. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ എല്ലാ വിശേഷങ്ങളും കണ്ട് മനസ്സിലാക്കി പ്രാർത്ഥിച്ചു പോന്നു. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരും സാധിക്കുന്നവരുമായിട്ടുള്ള എല്ലാ വ്യക്തികളും പള്ളിയിൽ വരിക, കാണുക. അല്ലാത്തവർ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.